മനുഷ്യനെ എത്രത്തോളം മതം ഇൻഫ്ലുവൻസ് ചെയ്യും? സ്വന്തം അവകാശങ്ങൾ എന്താ, സ്വന്തം മൂല്യങ്ങൾ എന്താ, സ്വന്തം ശക്തി എന്താ, ഇതൊന്നും തിരിച്ചറിയാത്ത രീതിയിൽ മതം ഒരു മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്യും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം അസമിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്നതിന് മുൻപ് അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച എടുത്ത സമയത്ത് അവിടുത്തെ നിയമസഭയിൽ ബേബി ബീഗം എന്ന് പറയുന്ന കോൺഗ്രസ് MLA ചില വാദങ്ങൾ, അവരൊരു സ്ത്രീയാണ്, ഒരു സ്ത്രീ ആയിരിക്കും അവർ വാദിച്ചത് ബഹുഭാര്യത്വം ഇല്ലാതാക്കുക എന്ന സംഗതി ചെയ്യാൻ പാടില്ല, മറിച്ച് ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് വേറെ കല്യാണം കഴിക്കാനുള്ള അവകാശം വേണമെന്ന്. ഒരു സ്ത്രീ ആയിരിക്കും ഇവർ പറയുന്നതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീ മാത്രമല്ല, ഇവരൊരു മുസ്ലിം വിശ്വാസി കൂടെയാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീയും സ്വന്തം ഭർത്താവിന് ഏതവസ്ഥയിലും മറ്റൊരു ഭാര്യ ഉണ്ടായിക്കോട്ടെ എന്ന് പറയാൻ പാടില്ല. കാരണം ഭാര്യ ഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുന്നത് അത്രയും വിശുദ്ധമായും പരിശുദ്ധമായും മുന്നോട്ട് പോകേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രോപ്പർ ആയിട്ട് അത് പോയില്ലെങ്കിൽ നിങ്ങൾ ആ ബന്ധം വേർപെടുത്തുക, അല്ലാതെ അതിനകത്ത് കിടന്ന് നിങ്ങൾ കടിപിടി കൂടാതിരിക്കുകയാണ്. അതുപോലും മനസ്സിലാക്കാതെ ഭാര്യയ്ക്ക് വയ്യാതാവുമ്പോൾ ഭർത്താവ് വേറെ കെട്ടിക്കോട്ടെ എന്നൊക്കെ പറയാനുള്ള ഉളുപ്പില്ലായ്മ ഇവർക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? രണ്ടാമതായി ഇവർ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ LPGയുടെ ആ ഒരു വിലയാണ് സർക്കാർ കുറയ്ക്കേണ്ടതെന്ന്. അതെന്താ? ഗ്യാസ് യൂസ് ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമാണോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാൻ മാത്രം ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സാധനമാണെന്നാണോ നിങ്ങൾ സ്വയം അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ബേബി ബീഗമേ, ബാക്കി ആണുങ്ങളെല്ലാം ആകാശം എടുത്തിട്ടാണോ തിന്നുന്നത്? അവരൊന്നും പാചകം ചെയ്തിട്ടല്ലേ തിന്നുന്നത്? LPGയുടെ വില വർധനവ് എന്ന് പറയുന്നത് വയറ്റില് ഭക്ഷണം പോകണം എന്ന ആഗ്രഹമുള്ള ആണും പെണ്ണും അടക്കമുള്ള എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ മൊടന്ത് ന്യായം പറയുന്ന 2026 ജീവിക്കാൻ യോഗ്യതയില്ലാത്ത, തലച്ചോറ് അത്ര എത്തിയിട്ടില്ല ഇങ്ങനത്തെ ആൾക്കാരെ വീണ്ടും എലക്ട് ചെയ്യല്ലേ എന്റെ പൊന്നു ജനങ്ങളെ എന്ന് മാത്രമേ പറയാനുള്ളൂ.